ഇതുവരെ ഒരു കാണാത്ത ഒരു അടിപൊളി സംഭവമാണ്. കഥ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ട്വിസ്റ്റാണ്. നല്ല ജാഫർ സാറും അതുപോലെ തന്നെ ദിലീപ് പോത്ത് സാറെല്ലാം അടിപൊളി. അതായത് നമുക്ക് പറയാൻ ഇരിക്കാൻ പറ്റില്ല. നമ്മളെ പണ്ടത്തെ സിബി മലയിലിന്റെ പടം പോലെ ഇരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഒരു ഗ്രാമീണത്തിൽ ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇത് നല്ലൊരു സക്സസിലേക്ക് പോകും, നല്ല വിജയം ഉണ്ടാവും, എല്ലാവർക്കും നല്ലത് വരും. ഓക്കെ, വിഷ്വൽ ബെസ്റ്റ്. നല്ല ഫിലിമാണ്, നല്ല അഭിപ്രായമായിട്ട് പറയുന്നു. നല്ല സൂപ്പർ ഫിലിമാണ്. നല്ല ഒരു എന്താ പറയാ, ഒരു വിഷ്വൽ ട്രീറ്റ് സൂപ്പറായിരുന്നു. പിന്നെ അമ്മമാരുടെ ആ തലങ്ങൾ വളരെ സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു ഫിലിമാണ്. മൂവിനെ പറ്റി പറയാൻ ഭയങ്കര ഏറ്റവും നല്ല മൂവി. ഞാൻ ഈ ഒരു അടുത്ത കണ്ടേല് ഏറ്റവും നല്ല മൂവിയും പാട്ടും സ്ക്രിപ്റ്റും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ മനസ്സിൽ നെക്സ്റ്റ് എന്നുള്ള ആകാംക്ഷയും. ഭയങ്കര നല്ല മൂവി. നല്ല സിനിമയാണ്, വളരെ നല്ല സിനിമയാണ്. ജീവിതമുണ്ട്, മനുഷ്യത്വമുണ്ട്, ബന്ധങ്ങളുണ്ട്, അതിനപ്പുറം അമ്മയുണ്ട്. കൂടുതലൊന്നും പറയില്ല. എല്ലാവരും അവരുടെ ഭാഗം ഗംഭീരമായിട്ട് ചെയ്തു. ബാക്കി ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണും. അയ്യോ, ശരിക്കും ഇമോഷണൽ മാത്രമല്ല, നമുക്ക് കുറച്ച് തുടക്കത്തിലൊക്കെ നമുക്ക് ശരിക്കും ഒരു ത്രില്ലർ കാണുന്നൊരു ഫീലാണ്, ഒരു മിസ്റ്ററി. നമ്മളെ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഫുള്ളും ആ ഒരു ത്രെഡിലേക്ക് കൊണ്ടുപോയി സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രോപ്പർ സ്റ്റോറിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ ഇമോഷൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ബോണ്ടിങ്സ് ഉണ്ട്. അത് ഞാൻ പറയാം, മനുഷ്യത്വം ഉണ്ട്. കാരണം ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതല്ല, അതിനപ്പുറത്താണെന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തരും. അത് വന്ന് തന്നെ കാണട്ടെ, നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ. നല്ല അടിപൊളി സിനിമയാണ്, നല്ല കഥാമൂല്യമുള്ള ഒരു സിനിമയാണ്. അടിപൊളി സാറ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ടുപേരെയും നന്നായി ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടോ? ആശാൻ ചേട്ടനും നമ്മുടെ റൈഫിൾ ക്ലബിലെ ചേട്ടനും ഒക്കെ അടിപൊളിയായി. ദിലീപ് ചേട്ടൻ, അവറാൻ ചേട്ടൻ അടിപൊളിയായി. എന്താ പറയണ്ടെന്ന് അറിയില്ല. ഇത്രയും നല്ലൊരു പടം നമ്മുടെ തോമസ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. ബാക്കി എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ. ദിലീപ് ചേട്ടനും ജാഫറിക്കായിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. എന്താ പറയാ, അത് കുറച്ച് റോളിന് മെനക്കെട്ടെങ്ങനെ ഒരു വളരെ നല്ല വേഷമായി കിട്ടിയിരിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ബാക്കിയെല്ലാം കൂടിയുള്ള സഹായം കൊണ്ട് ഞാൻ നടന്നു ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിയൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഞെട്ടിപ്പോയി, തകർത്ത്, സൂപ്പർ, ഞെട്ടിപ്പോയി, എല്ലാം കൊണ്ടും സൂപ്പർ പടം. കണ്ണ് നിറഞ്ഞു പോയി, സത്യം. എല്ലാവർക്കും ഇഷ്ടപ്പെടും പടം. സൂപ്പർ, ഒന്നും പറയല്ല. ഞാൻ സാറ് ഞെട്ടിച്ചളഞ്ഞു. എല്ലാവരും നമ്മളെ മറ്റേ സാറ് തകർത്ത്. പടം വളരെ നല്ലൊരു സിനിമയാട്ടോ. എന്താ പറയാ, ഒരു ഫാമിലി, അതുപോലെ എന്താ പറയാ, എല്ലാ ഗ്രൂപ്പുകാർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ. എന്താ പറയാ, പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരു 21 ആക്ടേഴ്സാണ്. വളരെ ലൊക്കേഷൻ ആണെങ്കിലും അതെ, എല്ലാം കൊണ്ടും എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ തന്നെ ആയിരിക്കണം. അത് കുടുംബം മാത്രമല്ല, ഒരു എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ ഒരു കുടുംബം സിനിമ എന്ന് പറയുന്നതൊക്കെ എനിക്കിഷ്ടം. എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ എന്ന് പറയുന്നതായിരിക്കും എനിക്കിഷ്ടം. കാര്യം എല്ലാവരുടെയും ആ ടേസ്റ്റ് അതിനകത്തുണ്ട്. ഒരു നിമിഷം കണ്ണ് നിറച്ചിട്ടേ വിടുള്ളൂ. അതെ, കണ്ണ് നിറഞ്ഞു.